വന്നു. ഗൾഫിൽ പോയി വന്ന് നോക്കുമ്പോ ഇവന് വേറെ ചില സ്വഭാവ മാറ്റങ്ങളൊക്കെ കാണാൻ തുടങ്ങി. ഈ സ്വഭാവ മാറ്റത്തിനെ കുറിച്ച് ഇവന്റെ പെണ്ണുങ്ങൾ ഒരു ദിവസം എന്നോട് വളരെ സ്വകാര്യമായിട്ട് വിളിച്ച് പറഞ്ഞൊരു സംഭവമാണ് നമ്മൾ അടുത്തായിട്ട് പറയുന്നത്. ഓഹോ, മുമ്പ് ഞാൻ ഈ മക്കളെ തന്തയ്ക്ക് മധുരപ്പനം ചക്കര 3 തള്ള ഞാൻ ഇന്ന് ഉണങ്ങി കടിച്ച കോപ്പര. അടുത്ത കാലത്ത് മൂപ്പരും അങ്ങ് പോയി വന്നു ഗൾഫിനക്കര. അന്ന് തൊട്ട് തുടങ്ങി ഞങ്ങൾ തമ്മിൽ എന്നും എപ്പോഴും കച്ചറ. മുമ്പ് ഞാൻ ഈ മക്കളെ തന്തയ്ക്ക് മധുരപ്പനം ചക്കര 3 തള്ള ഞാൻ ഇന്ന് ഉണങ്ങി കടിച്ച കോപ്പര. അടുത്ത കാലത്ത് മൂപ്പരും അങ്ങ് പോയി വന്നു ഗൾഫിനക്കര. അന്ന് തൊട്ട് തുടങ്ങി ഞങ്ങൾ തമ്മിൽ എന്നും എപ്പോഴും കച്ചറ. തൊട്ടതിനും പിടിച്ചതിനും 100 കുറ്റം മഷിയിട്ട് തെരയും. തൊട്ടുരുമിക്കിടന്നാൽ എന്നോട് വിട്ടുകിടക്കാൻ പറയും. തൊട്ടതിനും പിടിച്ചതിനും 100 കുറ്റം മഷിയിട്ട് തെരയും. തൊട്ടുരുമിക്കിടന്നാൽ എന്നോട് വിട്ടുകിടക്കാൻ പറയും. കട്ടിലും വിട്ട് ഇറങ്ങിക്കിടക്കുമ്പം കൽബിൽ തീ കട്ട നിറയും. കടിച്ചമർത്തിയൻ കണ്ണും പൊത്തി ഞാൻ കമിഴ്ന്ന് കിടന്ന് കരയും. കടിച്ചമർത്തിയൻ കണ്ണും പൊത്തി ഞാൻ കമിഴ്ന്ന് കിടന്ന് കരയും. മുമ്പ് ഞാൻ ഈ മക്കളെ തന്തയ്ക്ക് മധുരപ്പനം ചക്കര 3 തള്ള ഞാൻ ഇന്ന് ഉണങ്ങി കടിച്ച കൊപ്പര. ഇത് പറയുമ്പോ യാതൊരു ഗതിയും ഗത്യന്തരമില്ലാത്ത ഇവൻ അടുത്ത കാലത്ത് എങ്ങനെ ഗൾഫിൽ പോയി എന്ന് എനിക്കൊരു സംശയം ഉണ്ടാവും. ഇവൻ ഗൾഫിൽ പോയ കഥ എന്ന് പറഞ്ഞാൽ ഒരു രസകരമായ കഥയാണ്. ഞങ്ങളെ നാട്ടിൽ ഈയിടെയായി ഞങ്ങളെ നാട് സന്ദർശിക്കാൻ വേണ്ടി, കേരളം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഒരു അറബി വന്നപ്പോ ഞങ്ങളെ നാട്ടിൽ കൂടി ഇങ്ങനെ വിസിറ്റ് ചെയ്യാണ് ഇയാള്. ഞങ്ങളെ നാട്ടിൽ കൂടി ഇങ്ങനെ വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ വിസിറ്റ് ചെയ്തതല്ല. ഞങ്ങളെ നാട്ടില് പല പ്രത്യേകതകളും ഉണ്ട്. നല്ല സീനിയോറിറ്റി ഉള്ള സ്ഥലമാണ് ഞങ്ങളെ നാട്. സീനിയോറിറ്റി? ഈ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾക്കൊക്കെ എന്താ പറയാ, സീനിയർ. അത് നല്ലോണമുള്ള സ്ഥലമാണ്. അങ്ങനെ ഞങ്ങളെ നാട് കാണാൻ വേണ്ടിയിട്ട് ഈ അറബി ഇങ്ങനെ വന്ന സമയത്തുണ്ടല്ലോ, ഇവൻ പച്ചയും കച്ചവടം, മത്സ്യക്കച്ചവടമാണ് ഇവന് പണി. മത്സ്യക്കച്ചവടമൊക്കെ കഴിഞ്ഞ് റാഹത്തായിട്ട് കുളിച്ച് ഇങ്ങനെ പള്ളിയിൽ ചെന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഈ അറബി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ ചെന്നത്. നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ ചെന്ന സമയത്ത് ഇവനും അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അറബി അങ്ങനെ നിസ്കരിച്ച് സലാം വീടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അറബി പെട്ടെന്ന് തുമ്പിപ്പോയി. തുമ്മിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയല്ലോ. ഇത് കേൾക്കുന്ന ആൾ ഉടനെ ഇർഹമക്കല്ലാ എന്ന് പറയും. അറബി അങ്ങോട്ട് തുമ്പിയാൾ അൽഹംദുലില്ലാ. അതില് ഇവൻ പിന്നാലെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇവൻ പറഞ്ഞു ഇർഹമക്കല്ലാ. ഇത് കേട്ടപ്പോ അറബിക്ക് വലിയ സന്തോഷം. കാരണം കേരളത്തിൽ ഇപ്പോ നമ്മളെ നാടിനെ കുറിച്ചൊക്കെ ഇപ്പൊ ഈ അറബികൾക്ക് ഒരു ധാരണ ഉണ്ടല്ലോ. ഓല് മാത്രം ഇസ്ലാമികമായ ചുറ്റുപാടിൽ ജീവിക്കുന്ന ആളുകളും നമ്മള് കേരളത്തിലുള്ള ആളുകളൊക്കെ ആ ചുറ്റുപാടിൽ കുറച്ച് മോശമാണെന്നുള്ള ഒരു ധാരണയൊക്കെ അറബികൾക്കുണ്ട്. അപ്പൊ കേരളത്തിൽ വന്നിട്ട് അറബി തുമ്മിയ സമയത്ത് ഇർഹമക്കല്ലാ എന്ന് പറഞ്ഞപ്പോ അറബിക്ക് വലിയ സന്തോഷം. അറബി അങ്ങോട്ട് സന്തോഷിച്ചു എന്ന് മാത്രല്ല, ഇവനെ കൂട്ടിക്കൊണ്ടേട്ട് ഒരു 10,50,000 ഉറുപ്പി
ഒരു ബിസി ഒക്കെ ഇവന് ശരിയാക്കി കൊടുത്ത് ആ ഇറമക്കല്ല എന്ന് പറഞ്ഞ സന്തോഷത്തിൽ പെട്ടെന്ന് ഇവൻ ഗൾഫിക്ക് പോകാനുള്ള തീരുമാനം എടുത്തപ്പോ അയലോകത്തുള്ളവർക്കൊക്കെ ഒരു കുശു അല്ല എവിടുന്നേ ഇപ്പൊ ഇതിന് കായി എവിടുന്നേ ഇപ്പൊ ഇത്ര പേർക്ക് കായി ഇതിങ്ങനെ ചോദിക്കൽ തുടങ്ങി പെണ്ണുങ്ങള് പരസ്പരം. അങ്ങനെ ഇവന്റെ പെണ്ണുങ്ങളോട് സ്വകാര്യമായിട്ട് എവിടുന്ന് എടി എന്റെ മാപ്പിൾക്ക് ഗൾഫിൽ പോകാനുള്ള പൈസ കിട്ടി എന്നൊക്കെ ചോദിച്ചപ്പോ ഇവള് പറഞ്ഞു ഞങ്ങളെ എന്റെ പുതിയാപ്പിള എന്ന ആള് പള്ളിക്ക് ഇങ്ങനെ നിസ്കരിച്ചിരിക്കുമ്പോ അവിടെ നിസ്കരിക്കാൻ ഒരു അറബി വന്ന അയാള് തുമ്മിയപ്പൻ അയാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു എന്റെ പുതിയാപ്പിള അതിന് ഇറമക്കല്ല എന്ന് പറഞ്ഞ ആ സന്തോഷം കൊണ്ട് എന്റെ ആ പുതിയാപ്പിളക്ക് അറബി കൊടുത്തതാണ് ഈ ബിസി പോകാനുള്ള പൈസയൊക്കെ. ഇത് കേട്ട ഒരു പെണ്ണിന് ഒരു ഐഡിയ തോന്നി. ഇവളെ പുതിയാപ്പിള ഇതേമാതിരി പണിയും പ്രവൃത്തിയൊന്നും ഇല്ലാതെ അങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുക. ഇവളെ പുതിയാപ്പിളിനെ അവള് പറഞ്ഞു ഇങ്ങനെ സ്വൈരം കെടുക്കാൻ തുടങ്ങി. നോക്കി മനസ്സാ അപ്പം കുട്ടിയാലി ദുബായിക്ക് പോണ് നിങ്ങൾക്കും വല്ല അറബികളെ പിന്നാലെ നടന്നുകാണ്ട് ഓല് തുമ്പുമ്പോ ഒന്ന് ഇറമക്കല്ലാന്ന് പറഞ്ഞൂടെ എന്നാ അല്ല അറബികളും കണ്ടറിഞ്ഞുകാണ്ട് തരികയാണെങ്കിൽ നമ്മക്കും കഴിച്ചിലായിക്കൂടെ. മനുഷ്യനായാ പോരാ അതിനൊക്കെ കുറച്ചൊക്കെ ഒരു ഭാഗ്യം വേണം അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞ ഏത് നേരം ഇവള് വർത്താനം തന്നെ. മനസ്സിലായ ഇവളെ ഈ സ്വൈരക്കേട് സഹിക്കാൻ വയ്യായിട്ട് ഇപ്പം പിന്നെ അറബികള് വരുന്നുണ്ടോ നോക്കി ഇങ്ങനെ നടക്കലുണ്ട്. അങ്ങനെ നടക്കണതിന്റെ ഇടയിൽ ഒരു ദിവസം ഈ പഴയ അറബിനെ തന്നെ ഇവൻ കണ്ടുമുട്ടി എന്ന് മാത്രല്ല അറബി സാധാരണഗതിയിൽ ഒന്ന് പള്ളിക്ക കയറും നിസ്കരിക്കും അവിടുന്ന് ഇറങ്ങും കുറെ വിസിറ്റ് ചെയ്യും. ഇപ്പൊ അറബിന്റെ പിന്നാലെ അങ്ങനെ നടക്കുക തന്നെയാണ്. അറബി എപ്പോഴാ തുമ്പണ് നോക്കിക്കൊണ്ട് അഷ്ടകാലത്തിന് അറബി അന്ന് തുമ്പിയില്ല പിറ്റേന്നും പോയി ഇവ അറബി നടക്കന്നെ. അറബി എവിടെയാ നിക്കണ അവിടെ നിക്കും. അറബി ഏത് ചായപ്പീടിയിലാ കയറുന്ന അവിടെ കയറും. അങ്ങനെ അറബിന്റെ പിന്നാലെ അങ്ങനെ നടക്കലൊടി. അല്ല കഷ്ടകാലത്തിന് പിറ്റേന്ന് വൈകുന്നേരം ആകാൻ നേരത്തെ അറബി ഒന്ന് തുമ്മിയത് പരമാർത്ഥം അങ്ങനെ കാത്ത് റെഡി ആയിട്ട് നിക്കല്ലേ. തുമ്മിയിട്ട് അറബി ഇങ്ങോട്ട് തുമ്മല് തീർന്നിട്ടില്ല. അപ്പോതിന് ഇപ്പം പറഞ്ഞു ഹിറാമക്കല്ലാ. സാധാരണ തുമ്മിയാള് തുമ്മിക്കഴിഞ്ഞ അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് വേണം ഹിറാമക്കല്ലാ എന്ന് പറയാം. അത് ഈ ഹംക്കിന് വിവരം വേണ്ടേ. ഇവൻ തുമ്മിക്കഴിഞ്ഞ പാട് ഇറാമക്കല്ലാ എന്ന് പറഞ്ഞപ്പോ അറബി പിന്നോട്ടുണ്ട് തിരിഞ്ഞു നോക്കിട്ട് പെഹറാമി എന്ന് പറഞ്ഞ ഒരൊറ്റ ആട്ടലാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ അറബിന്റെ ഔദാര്യം കൊണ്ട് ഗൾഫിലെത്തിയ ഇവൻ ഗൾഫിൽ ചെന്ന് ഒരു 2-3 കൊല്ലം അവിടെ നിന്ന് ഇവൻ നാട്ടിക്ക് തിരിച്ചു വന്ന് നോക്കുമ്പോ ഇവന്റെ സ്വഭാവത്തിലൊക്കെ ചില വ്യത്യാസങ്ങൾ കാണാൻ തുടങ്ങി. സ്വഭാവത്തിൽ ഇങ്ങനെ വ്യത്യാസം കാണാൻ തുടങ്ങിയ സമയത്ത് ഇവന്റെ ഭാര്യക്കൊരു സംശയം വേറൊന്നുമല്ല. ഇവന്റെ തറവാട്ടിൽ നിന്ന് ഇവര് വേറെയാണ് താമസം. അങ്ങനെ വേറെ താമസം തുടങ്ങാൻ ചില കാരണങ്ങളുണ്ട്. അതിപ്പോ പൊതുവെ ഈ അമ്മായിമപ്പോര് എന്ന് കേട്ടിട്ടില്ലേ? ആത്തുമ്പോര് ചക്കുളത്തിപ്പോര് എന്നൊക്കെ പറഞ്ഞ മാതിരി അമ്മായിമപ്പോര് ഭയങ്കര മകൻ മരിച്ചിട്ടെങ്കിലും മരുവോളൊന്നും അയന്ന് കണ്ടെങ്കി എന്ന് പറഞ്ഞ അമ്മായിമാരൊക്കെ ദുനിയാവിലുണ്ട്. നമ്മളെ നാട്ടിലുണ്ട് എന്നല്ല പറഞ്ഞു. നമ്മളെ നാട് പിന്നെ ദുനിയാവ് പെടൂല. അപ്പോ ഇവളും അമ്മായിമേറ്റ് ചെറുതായിട്ടൊന്ന് ഉടക്കുണ്ടായിട്ട് പിരിഞ്ഞതാണ് വീട്ടിൽ നിന്ന്. ഉടക്കുണ്ടായി പിരിയാൻ കാരണം മറ്റൊന്നുമല്ല, ഇവള് കുറച്ച് ദീനിയായ ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരു പെണ്ണാണ്. നമ്മളെ സൈദാലിന്റെ പെണ്ണുങ്ങൾ. മനസ്സിലായ? ദീനിയായ ചുറ്റുപാടിൽ ജീവിക്കുന്ന ആള് എന്ന് പറഞ്ഞാല് ഇവളെ കല്യാണം ചെയ്ത് കൊണ്ടുവന്ന ആ കാലഘട്ടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഭയങ്കര സംഭവമാണ്. കാരണം ഈ സൈദാലി നിസ്കരിക്കൂല, സൈദാലിന്റെ അമ്മ അത്രയും നിസ്കരിക്കൂല. ഇങ്ങനത്തെ ഒരു ചുറ്റുപാട് ഇവളാണെങ്കിൽ നേരം ബാങ്ക് കേട്ടാൽ അപ്പോ വേറെയുള്ള എല്ലാ പരിപാടികളും അവിടെ നിർത്തി വെച്ചിട്ട് നമ്മളിവിടുത്തെ പെണ്ണുങ്ങളെ മാതിരി ഒന്നുമല്ല. നമ്മളിവിടുത്തെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാല് അങ്ങോട്ട് കയ്യും ചെയ്യരുത്, അസറ് ആവും വേണം. ഈ കണ്ടീഷനിൽ നിസ്കരിക്കാൻ ചെല്ലുള്ളൂ. പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ പോകുന്നുണ്ടല്ലേ, അതായത് ലാസ്റ്റ് ലൂറ് തെറ്റിയില്ല എന്നുള്ള ആ കണ്ടീഷനിൽ എത്തുമ്പോഴാ നിസ്കരിക്കാൻ പോവുക. അതെന്തിനാ അറിയിച്ച്? ലൂറ് കിട്ടും വേണം, അസറ് ആവും വേണം. ലൂറ് നിസ്കരിച്ച് സലാം വീടുമ്പോ അസർ വാങ്ങ് കൊടുക്കണം. അതാണ് ഓല കണക്ക്. സലാം വീടി പായിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചില പെണ്ണുങ്ങൾ വിളിച്ചു ചോദിക്കണ മോളെ അസറാൻ കൊടുത്താ. അപ്പോ പണി കൂടുതലുണ്ടായിട്ടാണേ, പറഞ്ഞിട്ടും കാര്യല്ല. ഇപ്പൊ പെണ്ണുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ 1 അരി വെക്കണമെങ്കിൽ 40 കൊടുത്ത് കുമ്പുണ്ടെന്ന് പറഞ്ഞ മാതിരിയാണല്ലോ. അപ്പൊ പണി കൂടുതൽ കണ്ടമാനുണ്ടാവും വീട്ടില്. അതുകൊണ്ട് കൽപ്പിച്ചു കൂട്ടി ചെയ്യാന്നല്ല. ഇവളങ്ങനെയൊന്നുമല്ല. ഇവള് ആ നേരത്തിന് വാങ്ങിട് കേട്ടാൽ വേറെയുള്ള പണികളൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നിസ്കരിച്ചിട്ടേ ഒക്കെ വേറെ പരിപാടിയുള്ളൂ. ഇതാണ് ഇവളുടെ കണ്ടീഷൻ. ഈ ഭർത്താവും അമ്മായിയും നിസ്കരിക്കാത്ത വീട്ടിലേക്കാണ്
ഇവളെ കല്യാണം ചെയ്തു കൊടുന്നു. ഇവളിങ്ങനെ ആലോചിച്ച് പടച്ചോനെ, ഇങ്ങനെ ഒരു ഇടങ്ങേറ് പിടിച്ച ഹലാക്കിക്കാളുള്ള എന്നെ കല്യാണം ചെയ്തു കൊടുന്നു, ഞാൻ എന്ത് വേണം എന്നിങ്ങനെ ആലോചിച്ചു. അങ്ങനെ ഒരു ദിവസം 1-2 ദിവസമൊക്കെ ആ പുതിയണ്ണ് എന്നുള്ള ആ സ്ഥാനത്തിൽ ഇങ്ങനെ നിന്ന് മുണ്ടാനൊക്കെ ഒരു നാടകം ഒക്കെ ഉണ്ടാവുമല്ലോ. ആ നാടകം തീർന്ന് 1-2 ദിവസം കഴിഞ്ഞപ്പോ അതില് ഒരു ദിവസം ളുഹറിന്റെ സമയത്ത് ഇവങ്ങനെ ചോറൊക്കെ തിന്ന് സിഗരറ്റൊക്കെ വലിച്ചിങ്ങനെ കിടക്കാണ്. അതില് എന്റെ അടുത്ത് വന്നിട്ട് വിളി ചോദിച്ചു, അല്ലാന്ന് എന്താ അങ്ങക്ക് നിസ്കരിച്ചാല്? അതില് ഇവൻ പറഞ്ഞു, ഓ ഒരു നിസ്കാരകാരി 2 ചാട്ടം. രക്ഷല്ല. ഓളയിലിങ്ങനെ പോന്ന് അങ്ങനെ അസറായി, മഗ്‌രിബായി, ഇഷ കഴിഞ്ഞാ പിന്നെ ചോറൊക്കെ തിന്ന് ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ അറിയിക്കടന്ന് ഭാര്യയും ഭർത്താവും കൂടി അറിയിക്കടന്നാൽ പിന്നെ എന്താന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോ കിടന്ന സമയത്ത് ഇവള് ഇങ്ങനെ തിരിഞ്ഞു അതിലിപ്പോ ചോദിച്ചു, എന്തേട്? പിന്നെന്ത്? അല്ല നിങ്ങള് നിസ്കരിക്കോ? ഇല്ലെങ്കി നിങ്ങള് നിസ്കരിക്കോ? ഇല്ലെങ്കി ഇവനാകെ സ്വിപ്പായല്ലോ. ഇവൻ പറഞ്ഞു, ഞാൻ നിസ്കരിച്ചോളാം. പക്ഷെ കുടുങ്ങിയാളിക്ക് ഗതി കെട്ടാ പുലി ചില്ലും തിന്നുന്നുള്ള പ്രമാണം. അത് പഴയ പുലികളുടെ കാര്യമാണ്, മനസ്സിലായോ? അത് പണ്ടത്തെ കാരണന്മാര് പറഞ്ഞാണ് പുല്ലും തിന്നും. പുല്ലുന്നാനൊന്നും പുലികളെ കിട്ടൂല, മനസ്സിലായോ? ഏതായാലും ഗതി കെട്ട് ഇവൻ പറഞ്ഞു നിസ്കരിച്ചോളാം. നിസ്കരിക്കാതെപ്പോ ആകെ ഇടങ്ങേറാളോ. ഇവളിപ്പോ അങ്ങനെ പറഞ്ഞാ വലിയ ബുദ്ധിമുട്ടല്ലേ? നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്ന് അവന് മനസ്സിലായി. അങ്ങനെ നിസ്കരിച്ചോളാന്ന് സംഭവിച്ചു. പക്ഷെ എനിക്കിത് പ്രാക്ടീസ് ഇല്ല. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. ഈ പ്രാക്ടീസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഞങ്ങളെ നാട്ടിലൊരു നബിദിന യോഗത്തിന് ഒരു അഡ്വക്കേറ്റ് പ്രസംഗിക്കാൻ വന്ന കഥ ഓർമ്മ വരുന്നത്. അഡ്വക്കേറ്റ് പ്രസംഗിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് നമ്മളെ ജാതി തന്നെയാണ്, നമ്മളാളാണ്. നബിദിന യോഗത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്നാണ്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് യോഗം തുടങ്ങുക. മഗ്‌രിബിന്റെ വാങ്ക് കൊടുത്തപ്പോ എല്ലാവരും പള്ളിക്ക് ഓടിപ്പോയി. വക്കീലും അങ്ങനെ ബാക്കിൽ അങ്ങനെ ആ ഫോമിൽ അങ്ങനെ ചെന്ന് ഒന്നൊക്കെ എടുത്തു കഴിഞ്ഞപ്പോ ജമാഅത്ത് കഴിഞ്ഞു. വക്കീൽ ഒന്നെടുത്താണ് കയറി ചെന്നപ്പോ മറ്റവരൊക്കെ സലാം വീടി ഇങ്ങോട്ട് ഇറങ്ങി. ഏതായാലും വക്കീല് ചെന്ന് കയറിയല്ലേ എന്നുള്ള നിലക്ക് ആ കോണിന്റെ അവിടെ നിന്നിട്ട് കോണിന്റെ അപ്പുറത്ത് നിന്നാണ്ട് നിസ്കാരമൊക്കെ തുടങ്ങി. നിസ്കാരം തുടങ്ങി. സ്റ്റേജിൽ നിന്ന് ഭയങ്കര അനൗൺസ്മെന്റ്. ഉദ്ഘാടന പ്രാസംഗികൻ അഡ്വക്കേറ്റ് കുഞ്ഞു മൊയ്തീൻകുട്ടി പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ സ്റ്റേജിൽ എത്തണം എന്നാണ് ഭയങ്കര അനൗൺസ്മെന്റ് ഇങ്ങനെ നടക്കുകയാണ് അവിടുന്ന്. ഇയാളാണെങ്കിൽ ഭയങ്കര നിസ്കാരം. കാരണം ഇത് എങ്ങനെയാ ഫിനിഷ് ചെയ്യേണ്ടതെന്ന് ഇയാൾക്ക് അറിയില്ല. തുടങ്ങാനാണ് തുടങ്ങുകയും ചെയ്ത്. അതിൽ അഡ്വക്കേറ്റ് എവിടെ ഭയങ്കര തെരച്ചില് സംഘാടകര്. അഡ്വക്കേറ്റിനെ തെരഞ്ഞ് പിടിച്ചു നോക്കുമ്പോ മുപ്പര് പള്ളിയിൽ പോയി കാണാരോ. അങ്ങനെ പള്ളിയിൽ ചെന്ന് നോക്കുമ്പോ മുപ്പര് നിസ്കരിക്കന്നെ. സാധാരണ 3 റക്അത്തിൽ അവസാനിക്കണല്ലോ. ഇത് എങ്ങനെയാ അവസാനിപ്പിക്കണ്ടെന്ന് ഇയാൾക്ക് തിരിയില്ല. അങ്ങനെ ഒരാള് മൂപ്പര് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ മൂപ്പരെ അടുത്ത് ഇരുന്നിട്ട് വല്ല സ്വകാര്യത്തിൽ ചെവി പറഞ്ഞു, സാറേ ഒന്ന് മതിയാക്കി കളിയാണ്. അതിൽ ഇയാളാണ് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, നോ പ്രാക്ടീസ്. വക്കീലന്മാർക്ക് എല്ലാത്തിനും മുൻകൂട്ടി പ്രാക്ടീസ് വേണല്ലോ. ഇതിന് പ്രാക്ടീസ് വേണം. ഇതെന്ന് പറഞ്ഞാല് ഒരു 6-7 വയസ്സിൽ ഉമ്മയും ബാപ്പിയും ചെയ്യിപ്പിച്ച് ശീലിക്കുന്നതാണ്, മനസ്സിലായ? അപ്പൊ ഏതായാലും എവിടെ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു? എവിടെയാണ്? ഇവൻ ഗൾഫില് ചെന്ന് ഈ അമ്മായിമ ഇവളേറ്റ് ലേശൊരു ഉടക്കുണ്ടായിക്കണ്. പുതിയാപ്പളിനെ അങ്ങനെ നിസ്കരിപ്പിച്ചെടുത്ത് അമ്മായിമാക്കാണെങ്കിൽ 10-60 വയസ്സുണ്ട്. അമ്മായിമാനോട് ഇവള് ഒരു ചോദിച്ചാൽ, അല്ല അമ്മായി എങ്ങക്ക് എന്താ നിസ്കരിച്ചാല്? അതില് തള്ളറിഞ്ഞു, മോളെ ഞാൻ ഇപ്പൊ ഈ 10-60-62 വയസ്സാകുന്നത് വരെ നിസ്കരിക്കാതെയും നോൽമ്പ് ഒൽക്കാതെയും ഒക്കെ തന്നെ കഴിഞ്ഞു പോയി. ഇനി ഇവിടുന്ന് ആണ്ട് ഇപ്പൊ എത്ര കാലം ഉണ്ട്, ഇനി ഇവിടുന്ന് ആണ്ടുള്ള കാലം അല്ല അങ്ങനെ തന്നെ എത്തിക്കട്ടെ. അമ്മായിമാന്റെ അടുത്ത് പിന്നെ മറ്റേ മരുന്ന് ചെലവാവൂലല്ലോ. അങ്ങനെ അമ്മായിമ ഇവളേറ്റ് നിസ്കരിക്കാത്തതിനെ പറ്റി 1-2 പറഞ്ഞ് ആകെ പ്രശ്നമായി. നിസ്കരിക്കാത്ത ആൾക്കാരുള്ള വീട്ടിൽ ഞാൻ നിൽക്കൂലെന്നൊക്കെ പറഞ്ഞാണ് ഇവര് വേറെ പോയത്. വാടകയ്ക്ക് താമസം തുടങ്ങി അങ്ങനെ വീട് കയറ്റിയൊക്കെ പോയതാണ്. അങ്ങനെ അമ്മായിമ വേറെ പോയ ദേശത്തിന് എന്തെങ്കിലും മാട്ടും മാരണങ്ങളും ചെയ്യുന്നുണ്ടോ എന്ന് ഇവക്ക് ഒരു സംശയം. കാരണം അമ്മായിമാന്റെ കസ്റ്റഡിയിൽ ഒരു മൊല്ലാക്കുണ്ട്. മൊല്ലാക്കാന്റെ ചെറുപ്പകാലത്തൊക്കെ
പല ചികിത്സകളും അമ്മായിക്ക് വേണ്ടിയിട്ട് മൊല്ലാക്ക ചെയ്തിട്ടുണ്ട്. ആ ചികിത്സകളൊക്കെ ഫലിച്ചിട്ടുണ്ട്. ഇപ്പം മൊല്ലാക്കാന്റെ ചികിത്സകളൊന്നും അമ്മായിക്ക് വല്ലാതെ ഫലിക്കണില്ല. വയസ്സായി കാണും. പോടാ അവിടുന്ന്. എടാ മൊല്ലാക്കാക്ക് ഇപ്പൊ ആ പഴയ പേരും പ്രസക്തിയൊന്നുമില്ല. കാരണം പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇതിലൊക്കെ വലിയ വിശ്വാസമായിരുന്നു, ഈ മാട്ട് മാരണം ഇതിലൊക്കെ. ഇന്നൊക്കെ ജനങ്ങൾ ഇപ്പൊ ആ തെറ്റിദ്ധാരണകളിൽ നിന്നൊക്കെ കുറെ ഉത്ബുദ്ധരായി പോയി. മനസ്സിലായ? ഏതായാലും ഇവര് വല്ല മാട്ടും മാരനും അമ്മായിമ ഒപ്പിക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഇവർക്ക് മനസ്സിൽ ഇല്ലാതില്ല. ഇവള് ഭർത്താവിന്റെ ഇപ്പോഴത്തെ സ്വഭാവത്തിനെ കുറിച്ച് പറഞ്ഞു കേട്ടോ? ഇല്ലല്ലോ എന്റെ കുട്ടികളോട് സ്നേഹമുള്ളൊരു വാക്ക്, ഇല്ലല്ലോ എന്റെ മോട്ട് നാറ്റി മോഹബത്തുള്ളൊരു നോക്ക്, എങ്ങോട്ടാവോ കുട്ടികളെ ഇപ്പന്റെ തല തിരിഞ്ഞ ഈ പോക്ക്, എന്നെയും എന്റെ കുഞ്ഞുമക്കളെയും അല്ലാ നീ തന്നെ കാക്ക്. ഇല്ലല്ലോ എന്റെ കുട്ടികളോട് സ്നേഹമുള്ളൊരു വാക്ക്, ഇല്ലല്ലോ എന്റെ മോട്ട് നാറ്റി മോഹബത്തുള്ളൊരു നോക്ക്, എങ്ങോട്ടാവോ കുട്ടികളെ ഇപ്പന്റെ തല തിരിഞ്ഞ ഈ പോക്ക്, എന്നെയും എന്റെ കുഞ്ഞുമക്കളെയും അല്ലാ നീ തന്നെ കാക്ക്, എന്നെയും എന്റെ കുഞ്ഞുമക്കളെയും അല്ലാ നീ തന്നെ കാക്ക്. മുമ്പ് ഞാൻ ഈ മക്കളെ തന്നക്ക് മധുരപനം ചക്കര, മൂന്നെണ്ണത്തിന്റെ തള്ള ഞാൻ ഇന്ന് ഉണങ്ങി കടിച്ച കൊപ്പര. കാലത്തൊക്കെ മീൻ കച്ചവടം കഴിഞ്ഞ് വന്നാല് കുളിച്ച് ഡ്രസ്സ് മാറിക്കഴിഞ്ഞാൽ ഇവൻ അങ്ങാടിയിലേക്ക് പോകുമ്പോ കുട്ടികളെയൊക്കെ സൈക്കിളിന്റെ ബാക്കിലും മുന്നിലൊക്കെ ഇരുത്തിയിട്ട് കൊണ്ടുപോയിട്ട് മിഠായി പലഹാരങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് അവന്റെ മുതലെവിടെയെന്ന് ചോദിച്ചാൽ ഔ തേനും പാലുകൻ ഒഴുകിയിരുന്നു. ഇന്ന് ആ കുട്ടികളോട് പോലും ഒരു സ്നേഹമുള്ള വാക്ക് തന്റെ ഭർത്താവ് പറയണില്ല. ഭർത്താവ് കുട്ടികളെ ഇവിടെ സ്നേഹിക്കാത്തതിൽ മാത്രല്ല പരാതി, ഇവളെ മോത്തേക്ക് ഒന്ന് സ്നേഹത്തോടു കൂടി നോക്കണില്ല. ഏത് സമയത്തും വെട്ടണ പോത്ത് നോക്കണ മാതിരിയാണ് ഇവന്റെ ഇപ്പോഴത്തെ നോട്ടം എന്നാണ് നമ്മളെ പെണ്ണ് പറയുന്നത്. പിന്നീട് നമ്മളെ പെണ്ണ് പറഞ്ഞു കേട്ടോ, ഇല്ല ഇപ്പുറമുണ്ട് ചെറുപ്പക്കാരികൾ ഒരു കൂട്ടം, അങ്ങോട്ടാണ് കണ്ണ് തെറ്റിയൽ കള്ളക്കുറുക്കന്റെ നോട്ടം. ഇപ്പുറമുണ്ട് ചെറുപ്പക്കാരികൾ ഒരു കൂട്ടം, അങ്ങോട്ടാണ് കണ്ണ് തെറ്റിയൽ കള്ളക്കുറുക്കന്റെ തോട്ടം. പണ്ട് മുതൽക്കിത് ഉണ്ടാവോയിച്ച് പൊടിയില്ല പുറം ചാട്ടം, പടച്ച റബ്ബേ വല്ലതും പറ്റിപ്പോയാൽ ഞാനെന്ത് കാട്ടും. പണ്ട് മുതൽക്കിത് ഉണ്ടാവോയിച്ച് പൊടിയില്ല പുറം ചാട്ടം, പടച്ച റബ്ബേ വല്ലതും പറ്റിപ്പോയാൽ ഞാനെന്ത് കാട്ടും. പടച്ച ഞാനീ മക്കളെ തന്നക്ക് മധുരപനം ചക്കര, മൂന്നെണ്ണത്തിന്റെ തള്ള ഞാൻ ഇന്ന് ഉണങ്ങി കഴിച്ച കൊപ്പര. ഇവൻ ഇടക്കിടക്ക് ഭക്ഷണം കഴിഞ്ഞ് അങ്ങനെ പുറത്തിറങ്ങി സിഗരറ്റും വലിച്ച് ആ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീടിന്റെ ചുറ്റുഭാഗത്തേക്കും ഇങ്ങനെ കണ്ണോടിക്കാറുണ്ട്. ഒരു കള്ളനോട്ടം, കള്ള ലക്ഷണം ഇവന്റെ നോട്ടത്തിൽ കാണുന്നുണ്ട് എന്നാണ് നമ്മളെ ഭാര്യന്റെ പരാതി. വെറുതെ നോക്കുകയല്ല, അപ്പുറപ്പുറമൊക്കെ ഉള്ള വീടുകളിൽ നിന്ന് നല്ല നല്ല ചുരിദാറും കരിഷ്മി, സറാറി, ടിഷ്യൂ എന്ന് വേണ്ട
ഇങ്ങനെ നല്ല നല്ല ഡിസൈൻ ഇങ്ങനെ കാണുകയാണ്. എന്താ അവിടെ ടെക്സ്റ്റൈൽസാ? ഓടെ ഹിമാലയ അവിടുന്ന് അതൊക്കെ ഈ പെൺകുട്ടികൾ ഇടുന്ന ഓരോ ട്രൗസറാണ്. അപ്പൊ ഇതൊക്കെ ഇട്ട കുട്ടികളെ ഇവൻ ഇങ്ങനെ കാണുമ്പോ ഇവൻ ഇങ്ങനെ നോക്കി പോവുകയാണ്. അപ്പൊ ഇവക്കൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഡൗട്ട്, ഒരു സംശയം. നമ്മളെ ഭർത്താവിന് നമ്മള് വരുന്നതിന്റെ മുമ്പും ഈ നോട്ടം ഉണ്ടോ, അതല്ല നമ്മളെ ആ സൗന്ദര്യമൊക്കെ അസ്തമിച്ചതിന്റെ പേരിൽ പുതിയതൊന്ന് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ടാണോ എന്നൊക്കെ ഇവളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇവളെ ചിന്താഗതി എന്താണെന്നുള്ളത് നമുക്ക്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവൻ നോക്കുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത കാസറ്റിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞു കൊടുക്കാം.